എന്താ ചെയ്യുക? ചില ആളുകൾ എത്രയായാലും പഠിക്കില്ല. ഞാനും കണ്ടിട്ടുണ്ട്. 10 കൊല്ലം 20 കൊല്ലമായിട്ടും അവരൊന്നും തന്നെ പഠിച്ചിട്ടില്ല. അവരുടെ സ്വഭാവം അങ്ങനെയാണ്. അവർക്ക് അവരിൽ മാറ്റം വരുത്തുവാൻ സാധിക്കുന്നില്ല. അവരങ്ങനെയാണ്. അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുകയില്ല എന്നുള്ള സത്യം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ അവരിൽ കുടുങ്ങാതെ മാറ്റി നിർത്തണം. അവരെ മാറ്റാൻ ശ്രമിക്കേണ്ട. എനിക്ക് പറ്റാത്തതാണോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, ചിലരങ്ങനെയാണ്. അവരിൽ മാറ്റം വരുവാൻ സമയത്തിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. നമ്മൾ നമ്മുടെ ആദ്യത്തെ കോഴ്സ് പോയിന്റിലേക്ക് വരേണ്ടി വരും. മറ്റുള്ളവർ എങ്ങനെയാണോ അവരെ അതേപോലെ അംഗീകരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ മനസ്സിന് ശാന്തി ഉണ്ടാകും. നമ്മൾ എപ്പോഴും മറ്റുള്ളവരിൽ പൂർണ്ണത കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നു. അതുവഴി നമ്മളിൽ വരേണ്ടതായിട്ടുള്ള പൂർണ്ണതയെ മറക്കുകയും ചെയ്യുന്നു. എനിക്ക് ഹൈസ്കൂളിൽ ഒരു മാഷുണ്ടായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, ആരെങ്കിലും വേറൊരാളെ കുറിച്ചിട്ടുള്ള കുറ്റം അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ പ്ലേറ്റിൽ കഴുത ചത്ത് കിടക്കുന്നുണ്ട്, എന്നിട്ടാണോ അടുത്ത ആളുടെ പ്ലേറ്റിലത്തെ ഈച്ചയെ ചൂണ്ടിക്കാണിക്കുന്നത്? നിങ്ങൾക്ക് അടുത്ത ആളുടെ പ്ലേറ്റിലത്തെ ഈച്ചയെ കാണുന്നുള്ളൂ അല്ലേ? അവനവന്റെ പ്ലേറ്റിൽ വീണ് കിടക്കുന്ന ചത്ത കഴുതയെ കാണുന്നില്ല അല്ലേ? ഈ വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ടായിരുന്നു.